ഹൈറ്റ് ഡിഫറൻസ് ഇങ്ങനെ അറിയുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലാവൻഡർ ഗേൾ. എൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ചെക്കൻ മിസ്റ്റർ സാരംഗ്. അപ്പോൾ പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ടിന് ഞങ്ങൾ പോയ ഒരു ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇത് ഏതാ സ്ഥലം, എവിടെ നിന്ന് എടുത്തത്, ആരാ എടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഈ ഒരു വ്ളോഗിലൂടെ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടാം. ഇയാളാണ് ജാടക്കാരൻ. ഞാൻ ജാടക്കാരൻ എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ആളുടെ ഇൻസ്റ്റ പേജിൽ തന്നെയുള്ള പേരാണ് ജാടക്കാരൻ എന്നുള്ളത്. റിയൽ നെയിം ജിതിൻ എന്നാണ്. ആളുടെ പ്ലേസ് നിലമ്പൂർ കരുളായി ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ഇയാളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പിന്നെ ഇവരോട് എൻക്വയർ ചെയ്തിട്ട് ഇത് തന്നെ ഫിക്സ് ചെയ്തത്. ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇത് നടക്കുന്നത്. അത് വേറൊന്നുമല്ല, സാരംഗേടിൻ്റെ ലീവും പിന്നെ ഫോട്ടോഗ്രാഫറുടെ ഡേറ്റും എല്ലാം കൂടി ടാലി ആയിട്ട് വരുന്നില്ലായിരുന്നു. പിന്നെ ഒരു ആകപ്പാട് കിട്ടിയൊരു സൺഡേ അതോ സാറ്റർഡേ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനൊരു ഷൂട്ട് വേണമെന്ന് എനിക്ക് തോന്നിയത് ആക്ച്വലി എൻ്റെ ഒരു നിർബന്ധമായിരുന്നു ഇട്ടത്. വേറൊന്നുമല്ല, അങ്ങനെ പെണ്ണുണ്ട് പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഫിക്സ് ചെയ്യുന്ന ഒക്കെ ഒരു ചടങ്ങൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ഒരു പിക്കൊന്നും ഞങ്ങളത് ഒരുമിച്ചുള്ള ഒരു പിക്കൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും പിക്സ് ഇല്ല, അപ്പോൾ പിന്നെ എടുക്കുന്നത് അടിപൊളിയായിട്ട് എടുത്തൂടെ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ പ്രധാനമായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഈ ഒരു കോസ്റ്റ്യൂമിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് ഞാനും സാരംഗേട്ടും കൂടി കോഴിക്കോട് SM സ്ട്രീറ്റിലൂടെ തെണ്ടി നടന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഒരുപാട് സെർച്ച് ചെയ്ത് ഒരുപാട് നോക്കി പിന്നെ ഫോട്ടോഗ്രാഫറോട് കളറിൻ്റെ ഒക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല ഒപ്പീനിയൻ ആണ് കേട്ടോ പറഞ്ഞത്. അത് വളരെ സന്തോഷം. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ ശരിക്കൊരു ഭംഗി കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വെയിലൊക്കെ നാറിയൊരു സമയത്തായിരുന്നു. അത്യാവശ്യം നല്ല പിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു തീം, അതായത് ഇങ്ങനെ ഒരു പെയിൻറ്റിങ്, ഇങ്ങനെ ഒരു ബോർഡ് വെക്കാം, ഈ ഒരു തീം ജിതിൻ്റെ സജഷൻ ആയിരുന്നു കേട്ടോ. അതും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ആയി എന്നൊക്കെ പറഞ്ഞു എല്ലാവരും. ആ ബോർഡിൽ ഞാൻ തന്നെയാണ് കേട്ടോ എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ പിക്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ പേജിൽ കയറി നോക്കിയാൽ മതി. എല്ലാം നല്ല അടിപൊളി പിക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ജിതിൻ്റെ ഞാൻ അതിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി വർക്കാണ് കേട്ടോ. ആൻഡ് ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ നല്ല കമ്പനിയായി. ഇപ്പോൾ അതിനുശേഷം വേറൊരു വർക്കും കൂടി ഞാൻ ജിതിന് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, എൻ്റെ ഏട്ടൻ്റെ കുട്ടീൻ്റെ, അതായത് നമ്മുടെ റയമോളുടെ ബർത്ത്ഡേൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഞാൻ ജിതിനായിട്ട് കൊടുത്തത്. ഇനി ഈ സ്ഥലം എവിടെയെന്ന് പറയാം. ഇത് അരീക്കോട് നിന്ന് എടവണ്ണപ്പാറ റോഡിന് കയറിയിട്ട് തടായി ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. ആക്ച്വലി ഗൂഗിൾ മാപ്പിലൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഞങ്ങൾ ചോദിച്ചന്വേഷിച്ചാൽ പോയത്. നിങ്ങൾക്കും പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ അവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയായി. ആക്ച്വലി രണ്ടുപേരും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് പനിയൊക്കെ ആയിരുന്നു കേട്ടോ. പനി ശരിക്കും അങ്ങ് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഡേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് തന്നെ എടുക്കാൻ എഴുതിയിട്ടായിരുന്നു വന്നത് കേട്ടോ. എടുത്ത് പൊന്തിക്കാൻ കറക്കമൊക്കെ ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ട്. അതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളൂ കേട്ടോ. ഞാൻ ഹീൽസ് ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കാലൊക്കെ ഭയങ്കര പെയിൻ ആവാൻ തുടങ്ങി. പടം നയിക്കുന്ന ജേതാവിനെ പോലെ എല്ലാം എടുത്ത് പൊക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഷൂട്ട് ചെയ്ത ആ ഗ്രൗണ്ടിലേക്ക് അവിടേക്കൊന്നും വണ്ടി കയറില്ല. അപ്പോൾ കുറച്ച് താഴെയാണ് വണ്ടി നിർത്തിയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഓരോ ചായയും ഒരു ലോഡഡ് ഫ്രൈസും ഷവർമയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്ക് രാത്രിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.